Hi students, welcome back. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഹീറ്റിംഗ് എഫക്ട്സ് ഓഫ് കറണ്ട്. ഹീറ്റിംഗ് എഫക്റ്റിന് 3 ഇക്വേഷൻസ് ഉണ്ടെന്ന് പഠിച്ചു. ഓക്കെ, ഏതെല്ലാം ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്? H is equal to ഹീറ്റിംഗ് എഫക്റ്റിന്റെ ഇക്വേഷൻ H is equal to I square R into T. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ H is equal to V square divided by R into T. Again H is equal to V into I into T. Okay. അപ്പൊ ഹീറ്റിംഗ് എഫക്ട്സിന് 3 ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിച്ചത്. അപ്പൊ പഠിച്ച ഇക്വേഷൻസ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. How much will be the heat developed in 3 minutes by a device of resistance 920 ohm working under 230 volt? അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് how much will be the heat energy developed എന്ന് വെച്ചാൽ എത്ര താപോർജം അവിടെ ഉണ്ടായി. എങ്ങനെ? in 3 minutes 3 മിനിറ്റില് എത്ര താപോർജം ഉണ്ടായി എന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ബൈ എ ഡിവൈസ് ഓഫ് റെസിസ്റ്റൻസ് 920 ഓം. ആ ഡിവൈസിന്റെ റെസിസ്റ്റൻസ് പ്രതിരോധം തന്നിട്ടുണ്ട്. അതെത്രയാണ്? 920 ഓം. വർക്കിംഗ് അണ്ടർ 230 വോൾട്ട്. പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ആ ഡിവൈസ് വർക്ക് ചെയ്യുന്നത് എത്രയാണ്? 230 വോൾട്ട് എന്ന് പറയുന്ന പൊട്ടൻഷ്യലിലാണ് വർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഹീറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ആദ്യം ഒന്ന് എടുത്തെഴുതാം. ഇവിടെ ടൈം t is equal to 3 minutes എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ടൈം എഴുതാം. ടൈം t is equal to 3 minutes. മിനിറ്റ്സിനെ നമുക്ക് എന്താക്കണം? സെക്കൻഡ് ആക്കണം. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ്. അപ്പോ 3 into 60. 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വന്നു? 3 into 6 എന്താണ്? സെക്കൻഡ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ളത് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 920. അപ്പൊ സെക്കൻഡ് തന്നിരിക്കുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 920 ഓം. ഓക്കെ, മൂന്നാമത് തന്നിരിക്കുന്നത് വർക്കിംഗ് അണ്ടർ 230 വോൾട്ട്. വോൾട്ടേജ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് V ഇസ് ഈക്വൽ ടു 230 വോൾട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയുണ്ട്? ടൈം ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, ഹീറ്റ് എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിൽ നിന്ന് ഏത് ഇക്വേഷൻസ് നമുക്ക് എടുക്കാം? ഓക്കെ, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ടൈം ഇവ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഈ മൂന്നിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് H is equal to V square divided by R into T. അപ്പൊ ആ ഇക്വേഷൻ നമുക്കൊന്ന് എടുത്തെഴുതാം. H is equal to V square divided by R into T. ഓക്കെ, നമുക്കൊന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിയുടെ വാല്യൂ എത്രയാണ്? 230 ആണ്. V സ്ക്വയർ ഉള്ളത് കൊണ്ട് 230 into 230 അല്ലെ, സ്ക്വയർ ആയതുകൊണ്ട് 230 into 230 into ടൈം. ടൈമിന് എത്ര കൊടുക്കാം? ടൈം t is equal to 3 into 60. അപ്പൊ 3 into 60 divided by റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് പ്രതിരോധം എത്രയാണ്? 920. ഓക്കെ, അപ്പൊ ഇതിലൊന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോ 60-ല് 0 ഈ ഇതിലെ 0യിലേക്ക് ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 6-ല് 2 ഡിവിഷൻ പറ്റും. ഇവിടെയും 2 വെച്ച് ഡിവിഷൻ പറ്റും. അപ്പൊ നമുക്ക് 2 3s are 6 ആണ്. അപ്പൊ എന്ത് വരും? 2 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരാം? 3. ഇവിടെ എത്ര വരും? 2 വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4. ഓക്കെ, 4 2s are 8 വന്നു. ഒന്ന് റിമൈൻഡർ ഉണ്ട്. അപ്പൊ 12 വന്നു. 12 എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വന്നു? 6 അല്ലെ. 6 into 2 is equal to 12. അപ്പൊ അവിടെ നമുക്ക് എത്ര കിട്ടി? 46 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നോക്കിയാൽ 23 46ലേക്ക് 2 ടൈംസ് പോകും അല്ലെ. 23യുടെ ഡബിൾ ആണ്. 23 plus 23 എത്രയാണ്? 46 ആണ്.
അപ്പൊ നമുക്ക് 23 വെച്ച് രണ്ടിനെയും എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. 23 വെച്ച് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ എത്ര വരും, 2 ടൈംസ്. 23 വെച്ച് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 1 0. ഓക്കെ, 23 into 10 ആണ് എത്ര, 230. വീണ്ടും 2നെ നമുക്ക് ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം, അപ്പൊ 5. അപ്പൊ നമ്മുടെ ബാക്കി എത്രയുണ്ട്, 5 into 230 into 3 into 3 9. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 9 into 5 45 അല്ലെ, into 230. ഓക്കെ, 45 into 23 മൾട്ടിപ്ലൈ ചെയ്യാം, 0 ഇട്ട് കൊടുക്കാം. അപ്പൊ 45 into 23. ഓക്കെ, 5 into 3 15 ആണ് അല്ലെ. 5 into 3 15, ശിഷ്ടം 1 വന്നു. 4 12, 12 1 13 എടുക്കാം. 5 into 2 അല്ലെ 10 വന്നു, ശിഷ്ടം 1 ഉണ്ട്. 4 into 2 8 ഉണ്ട്, 8 plus 1 9. ഓക്കെ, അപ്പൊ 5 3 10. ഓക്കെ, 1035 ആണ് നമുക്ക് കിട്ടിയ ആൻസർ, 1035. ഓക്കെ, ഇവിടെ ഒരു 0യും കൂടി ഇടാനുണ്ടല്ലോ, അപ്പൊ 0യും കൂടെ കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് 10350. ഇത്രയും എന്താണ്, ഹീറ്റ്. ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ്, ജൂൾ. ഓക്കെ, അപ്പോ നമുക്ക് ഹീറ്റിന്റെ ഇക്വേഷൻ അറിയാം. ഇക്വേഷൻ അറിയാമെങ്കിൽ ആ വാല്യൂ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്പ് if 0.2 ampere current flows through a conductor if the resistance 200 ohm for 5 minutes. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്പ്. ഇവിടെയും ചോദിച്ചിരിക്കുന്നത് താപോർജ്ജത്തിന്റെ അളവ് എത്രയാണെന്നാണ്, ഹീറ്റ് എത്ര ഉണ്ടായി. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹീറ്റ് ആണ്. ഓക്കെ, ഇഫ് 0.2 ampere current flows through a conductor. അപ്പൊ ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ്, കറണ്ട് I is equal to 0.2 ampere. If resistance is equal to 200 ohm, ആ കണ്ടക്ടറിന്റെ പ്രതിരോധം എത്രയാണ്, അഥവാ റെസിസ്റ്റൻസ് എത്രയാണ്, 200 ohm. ഇനി for 5 minutes എത്ര ടൈം ആണ്, 5 minutes ആണ്. 5 minutes എന്ന് പറയുമ്പോൾ 5 into 60. 1 minute എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 seconds ആണ്. അപ്പൊ 5 minute എന്ന് പറയുന്നത് 5 into 60. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്, I ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്. അപ്പൊ ഹീറ്റ് എനർജിയിലെ 3 ഇക്വേഷനിൽ ഏത് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഐയും ആറും ടിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ I square R into T അല്ലെ, I square RT. അപ്പോ I square RT എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് I അറിയാം, I is equal to 0.2 ampere. അപ്പൊ അതിന്റെ സ്ക്വയർ ഉള്ളത് കൊണ്ട് അഗെയിൻ നമ്മൾ ഒന്നുകൂടെ എഴുതി 0.2 ampere into resistance. Resistance is equal to 200 ohm. Okay, into time. Time is equal to 5 into 60. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് കളയാം. ഈ 2 സീറോസ് ഇവിടെ ഉണ്ട്, ആ 2 സീറോസും കൊണ്ട് ഇതിന് എന്ത് ചെയ്തു, പോയിന്റ് 2 അല്ലെ, 2 പോയിന്റ് പ്ലേസ് ഉള്ളത്. അപ്പൊ ഈ 2 സീറോസ് കൊണ്ട് അതിനെ അങ്ങ് കളഞ്ഞു. അപ്പൊ 2 into അഗെയിൻ ഇവിടെ ഒരു 2 ഉണ്ട്, into 5 into 60. ഓക്കെ, ഇപ്പൊ എത്ര വന്നു, 2 2s are 4. 4 into 2 is equal to 8. അപ്പൊ 8 into 5 into 60. ഓക്കെ, 8 into 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 into 5 40 into 60. ഇനി R 4 അല്ലെ, 6 into 4 24 ആണ്. അപ്പൊ 24. ഇനി എത്ര സീറോസ് ഉണ്ട്, 2 സീറോസ്. അപ്പൊ 2 സീറോസ് ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി, 2400. ഓക്കെ, അപ്പൊ ഹീറ്റ് എനർജിയുടെ വാല്യൂ എത്രയാണ്, 2400 അല്ലെ, 2400 ജൂൾ എന്ന് കിട്ടി. അപ്പോ നമുക്ക് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തന്നിരിക്കുന്ന ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണെന്ന് എടുത്തെഴുതുക. ഓക്കെ,
അങ്ങനെ ആ ക്വാണ്ടിറ്റീസ് എടുത്തിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇക്വേഷൻ വെച്ച് ചെയ്യാമെന്നുള്ള കാര്യം മനസ്സിലാവും. ഓക്കെ, ആ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് വളരെ കെയർഫുൾ ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക, നമ്മുടെ ആൻസർ കിട്ടി. Okay, that's all about today's portion. I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.